ഓം നമോ നാരായണായ. 9 വിധം മുക്തിസാധനം ശ്രീരാമൻ ഉപദേശിക്കുന്നു. 1. സഞ്ജന സംഘം. 2. ശ്രീരാമകഥാലാപം. 3. എൻ്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുക. 4. എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കൽ. 5. എൻ്റെ അംശം കൊണ്ട് ജനിച്ച ആചാര്യന്മാരെ ഉപാസിക്കൽ. 6. പുണ്യശീലത്വവും യമനിയമാദികളോടുകൂടി എന്നെ പൂജിക്കൽ. 7. മന്ത്രോപാസകത്വം. 8. സർവത്തിലും എൻ്റെ ഭാവം കാണൽ. ലൗകിക വിഷയങ്ങളിൽ വിരക്തി. 9. എൻ്റെ തത്വം ധ്യാനിക്കൽ. ശ്രീരാമൻ തുടരുന്നു. ഈശ്വരാഭിമുഖമായ പ്രേമമാണ് ഭക്തി. ഭക്തിയുടെ പാരമ്യത്തിലാണ് തത്വാനുഭൂതി ലഭിക്കുക. അതു മോക്ഷകാരണമായി ഭവിക്കുന്നു. ശ്രീരാമദർശനം ലഭിക്കാൻ ശബരിക്കു സൗഭാഗ്യമുണ്ടായതു ഭഗവത് ഭക്തി ഒന്നുകൊണ്ടു മാത്രമാണ്. മുക്തി സിദ്ധിക്കുന്നതിനു കാരണവും അതുതന്നെ. ശ്രീരാമൻ തുടരുന്നു. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ. ഉത്തമീ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം 2. സാധനം 3. മൽഗുണേരണം. പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം. മൽക്കല ജാതാചാര്യോപാസന 5. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളത് 6. മന്മന്ത്രോപാസകത്വം 7. മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാർത്ഥികവും. സർവബാഹ്യത്വങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വ വിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം 9. ഉത്തമേ ഭക്തി നിത്യം ആർക്കുള്ളു വിചാരിച്ചാൽ. തിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും.
തത്ര ജന്മനി മർത്യന്നുത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ.